ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും എന്നാൽ നല്ല ടേസ്റ്റുള്ള നല്ലൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടി ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള നല്ല കൊത്തിരിഞ്ഞെടുക്കുക, ഒരു പച്ചമുളക് കൂട്ടോ, ഒരുപാടൊന്നും വേണ്ട. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കുക. എന്നിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ ഈ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഓംലെറ്റ് പോലെ ആക്കി എടുക്കുകയല്ലേ ചെയ്യുന്നത്, ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു രീതിയിൽ. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ ഓയിലിന് പകരം ബട്ടർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഇതിലേക്ക് നമ്മളൊരു 4-5 വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്നങ്ങ് ഫ്രൈ ആയി വന്നോട്ടെ. അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ചെറിയ തീയിൽ അത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കുക. ഇതുപോലെ മിക്സായി വരുന്ന സമയത്തിന് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാൽ കുറച്ച് ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. നല്ലൊരു വൈറ്റ് സോസ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് കുറുകി പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ലൂസായിട്ടില്ല, ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് തിക്കായി തുടങ്ങുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതും കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഇത്തിരി ഉപ്പ് ഇട്ടാൽ നോക്കിയിട്ട് മിക്സാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വൈറ്റ് സോസ് ആയി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ കൂട്ട് മുഴുവനായിട്ട് അങ്ങ് ചേർത്തിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കിത് സാൻഡ്വിച്ച് അല്ലെങ്കിലും വെറുതെ ഇങ്ങനെ കഴിക്കാനായിട്ടും പറ്റും. അപ്പോൾ അതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ടൊരു 6 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 3 ആൾക്ക് കഴിക്കാനുള്ള കറക്റ്റ് അളവ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് നല്ലോണം ചൂടാക്കി എടുക്കുക. ഒരു ഇത്തിരി നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് വേണമെങ്കിലും എണ്ണ എടുക്കാം കേട്ടോ. അപ്പോൾ അതിലിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് ഫ്രൈ അല്ല അത്യാവശ്യം ഒന്ന് മുരിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താലും മതിയാകും. ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇതാ നല്ല മുരിഞ്ഞിരിക്കുന്ന ഈ ഒരു പീസ് ബ്രെഡ് എടുക്കുക. അതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ, എന്നാലാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത പീസ് ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്യുക. പെട്ടെന്ന് തന്നെ കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എപ്പോഴും മുട്ടയൊക്കെ വെച്ചിട്ട് ഒരേ രീതിയിലൊക്കെ കുട്ടികൾക്കൊക്കെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വെറൈറ്റിക്കൊക്കെ വേണ്ടിയിട്ട് എന്തായാലും ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്